എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. ശീതകാല പച്ചക്കറികൾ നടുന്ന സമയമായി ഇപ്പം ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ. അപ്പം നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. ക്യാരറ്റ് നടാൻ ഒരു പ്രയാസവും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല കാഴ്ചശക്തി ലഭിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും പൊണ്ണത്തടി കുറയ്ക്കാനും ഒക്കെ ഈ ക്യാരറ്റ് നല്ലതാണ്. ഒന്നാം തരം ഒരു പച്ചക്കറിയാണ് ക്യാരറ്റ്. അപ്പം നമുക്കതിൻ്റെ ജ്യൂസ് കുടിക്കാം, നമുക്ക് ശരീര ക്ഷീണം മാറ്റുന്നുണ്ട്, അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. ക്യാരറ്റ് നടുമ്പം മണ്ണിൻ്റെ pH 6 മുതൽ 7 വരെ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ഭാഗികമായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലം വേണം ക്യാരറ്റ് കൃഷിക്ക് തിരഞ്ഞെടുക്കാൻ. കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടണം. നമുക്ക് ക്യാരറ്റ് ചട്ടികളിലോ ഗ്രോ ബാഗുകളിലോ ചെറിയ ബിന്നുകളിലോ ഒക്കെ നടാം. അധികം താഴ്ചയിൽ മണ്ണൊന്നും ഇടണ്ട. ഒരടി താഴ്ച മാത്രം നമുക്കൊരു മണ്ണിൻ്റെ പൊക്കം മതി. അപ്പം ക്യാരറ്റ് വിത്തുകൾ എന്ന് വെച്ചാൽ വളരെ ചെറുതാണ്, ജീരകം പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ ക്യാരറ്റ് നടുന്നതിന് മുമ്പേ നമ്മൾ മണ്ണൊക്കെ ഒന്ന് ശരിയാക്കണം. കാരണം ഈ ക്യാരറ്റ് അതുപോലെ റാഡിഷ്, ബീറ്റ്റൂട്ട് അങ്ങനെയൊക്കെയുള്ള പച്ചക്കറി നടാൻ വേണ്ടി നല്ല ഇളക്കമുള്ള മണ്ണാണ് നല്ലത്. നല്ല പൊടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മണ്ണാണ് നല്ലത്. അപ്പം ഇത് ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോഴുണ്ടല്ലോ മണ്ണ്, ചാണകപ്പൊടി, കുറച്ച് മണൽ അല്ലെങ്കിൽ ചകിരിച്ചോറ്, പിന്നെ നല്ല ജൈവാംശമുള്ള എന്തെങ്കിലും വസ്തുക്കൾ, കയ്യിൽ പൊടിച്ചതോ അല്ലെങ്കിൽ പച്ചില നുറുക്കിയിട്ടതോ അങ്ങനെ എന്തെങ്കിലും വേണം. പിന്നെ ഒരു പിടി വേപ്പും പിണ്ണാക്കും, ഒരു പിടി എല്ലുപൊടിയും വേണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാൻ. അപ്പോൾ നമ്മൾ ഒരു കൊട്ട മണ്ണെടുക്കുകയാണെങ്കിൽ ഒരു കൊട്ട ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ്, ഒരു കൊട്ട ചകിരിച്ചോറ്, 100 ഗ്രാം എല്ലുപൊടി, 100 ഗ്രാം വേപ്പും പിണ്ണാക്ക്, ഇങ്ങനെയുള്ള അളവിന് വേണം എടുക്കാൻ. പിന്നെ നമ്മുടെ കയ്യിൽ കൈകീല പൊടിച്ചതോ അങ്ങനെ മറ്റെന്തെങ്കിലും ജൈവ വസ്തുക്കളുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. മണ്ണിന് ഇളക്കം കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഉമിയും കൂടി ചേർക്കാം. നല്ല ഇളക്കം മണ്ണിന് വേണമെന്നുള്ളത് വളരെ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് ഒക്കെ നിറച്ചിട്ട് ഒരു 2 വിത്ത്, കുഞ്ഞു വിത്തുകളാണ്, 2 വിത്ത് മാത്രം നടണം. ഒരു ഗ്രോ ബാഗിൽ 2 or 3 വിത്തുകൾ മാത്രം നടണം. നമ്മൾ ക്യാരറ്റിൻ്റെ വിത്ത് നേരിട്ട് പാകി മുളപ്പിക്കുന്നതാണ് നല്ലത്. നമ്മൾ എവിടെയാണോ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് തന്നെ പാകി കിളിപ്പിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ട്രേയിൽ പാകുവാണെങ്കിൽ 2 വിത്ത് വീതം ഒരു കുഴിയിൽ പാകിയിട്ട് അത് വളർന്നു വരുമ്പം ട്രേയുടെ അടിവശം ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ അത് വേര് പൊട്ടാതെ എടുക്കും. വേര് പൊട്ടാതെ നമ്മൾ എടുക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. കാരണം ഈ വേര ക്യാരറ്റായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് വേര് പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് വിത്തുകൾ നേരിട്ട് തന്നെ പാകുന്നതാണ് നല്ലത്. കുഞ്ഞു വിത്തുകളാണ്, അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് പാകിയാൽ മതി. ഇതാണ് ക്യാരറ്റ് തൈകൾ. അപ്പോൾ ഈ തൈകൾ ഇപ്പോൾ പറിച്ച് നടാനായിട്ട് പാകമായി. ഈ തൈ നമ്മൾ എടുക്കുവാന്നിരിക്കട്ടെ, ഇങ്ങനെ വലിച്ച് പറിച്ചെടുക്കരുത്. നമ്മൾ ഇതിൻ്റെ അടിവശത്തൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ കണ്ടോ അത് ഇങ്ങനെ അങ്ങ് വരും. അതിൻ്റെ മിക്സോട് കൂടി ഇങ്ങ് വരും. വിത്തുകൾ നട്ടിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും മിതമായിട്ടുള്ള രീതിയിൽ ജലസേചനം നടത്തണം. എന്നാലും 10 ദിവസത്തിനുള്ളിലേ വിത്തുകളൊക്കെ കിളിക്കത്തുള്ളൂ. ആദ്യം ഇതിൻ്റെ വളർച്ചയൊക്കെ വളരെ സ്ലോയിലായിരിക്കും. പിന്നെ നമ്മളുണ്ടല്ലോ വളർന്നു വരുന്നതിനനുസരിച്ച് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ജൈവ സ്ലറികൾ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അടിവളം നല്ലതായിട്ട് അതല്ലോ ചേർത്ത് നട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മൾ നടുമ്പം അടിവളം നന്നായിട്ട് ഇടണം. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും ജൈവ സ്ലറികൾ ഒഴിച്ചു കൊടുക്കണം. ക്യാരറ്റിന് പ്രത്യേകിച്ച് കീടശല്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും കീടശല്യം ഉണ്ടെങ്കിൽ നമ്മുടെ മൈൽഡായിട്ടുള്ള നമ്മുടെ വേപ്പും പിണ്ണാക്ക്, വെളുത്തുള്ളി എമൽഷൻ അടിച്ചു കൊടുത്താൽ മതി. ഈ ക്യാരറ്റ് വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കണം. മൂട്ടിൽ മണ്ണിട്ട് കൂട്ടിക്കൊടുക്കണം. നമുക്കൊരു 80-85 ദിവസമാകുമ്പോൾ ക്യാരറ്റ് വിളവെടുക്കാൻ സാധിക്കും. വിളവെടുക്കാറാകുമ്പോഴത്തേന് ഈ ക്യാരറ്റിൻ്റെ ആ കിഴങ്ങുകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. നമുക്കത് കാണാൻ പറ്റും. ആ സമയത്ത് നമുക്കത് വിളവെടുക്കാൻ സാധിക്കും.
കണ്ടോ, ഇങ്ങനെ കട്ട കെട്ടാത്ത മണ്ണ് ഏറ്റവും നല്ലത്. ഇനി ഇത് നമുക്ക് ഈ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കൂട്ടുവളം ഇതും കൊണ്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ഗ്രോ ബാഗിലേക്ക് വേണ്ടുന്ന മിക്സ്. ഇത് ചകിരിച്ചോറ്, പിന്നെ നമ്മൾ ഇപ്പം നമ്മുടെ ചാനലിൽ കൊടുക്കുന്ന കൂട്ടുവളം, മരോട്ടിപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, ഇതിൻ്റെയൊക്കെ കൂട്ടുവളം. പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഞാൻ അഡീഷണൽ എടുത്തിട്ടുണ്ട്, കുറച്ച് എല്ലുപൊടി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മണ്ണിര കമ്പോസ്റ്റോ അല്ലെ ചാണകപ്പൊടിയോ ഒക്കെ ജൈവവളമായിട്ട് ചേർക്കാം. അപ്പോൾ ഏത് ചെടി നടുമ്പോഴും നമ്മൾ അടിവളം നന്നായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും. അപ്പോൾ ഈ വിത്തുകൾ ഒരു 2-3 ഞാൻ ഇങ്ങോട്ടിടാം. ഇത്രയുണ്ട് വിത്ത്. അധികം ആഴത്തിലൊന്നും പോകണ്ട. ഇതൊരു 3 ആഴ്ച പ്രായമായ ക്യാരറ്റ് തൈകളാണ്. ഇത് ട്രെയിൽ നട്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ മാറ്റി നടുമ്പോൾ കണ്ടോ, ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു വേര ക്യാരറ്റായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ ഇതൊന്നും പൊട്ടാതെ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതൊന്നും പൊട്ടിയിട്ടില്ല. ഇത് നമ്മൾ വളരുന്നതിനനുസരിച്ച് കടലപ്പിണ്ണാക്കും പച്ചച്ചാണകവും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ചേർന്ന ജൈവ സ്ലറികൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ക്യാരറ്റിൻ്റെ ഇലകളൊന്നും കളയണ്ട, അത് നമുക്ക് തോരൻ വെക്കാനും നല്ലതാണ്. അപ്പം വിത്തിൻ്റെ വളത്തിൻ്റെ ലിസ്റ്റിൽ 2 ഐറ്റം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. WDC, അതുപോലെ തന്നെ ഉള്ളിയുടെ വിത്ത്. അതും കൂടി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പം വിത്തുകൾക്ക് വേണ്ടി നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ട ഫോൺ നമ്പർ 7907787439. അപ്പം ക്യാരറ്റ് വിത്തുകൾ ഞാൻ ഒരു 2-3 മാസം മുമ്പേ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഒന്ന് ഒരുവിധം പരുവായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ക്യാരറ്റും കൃഷി ചെയ്യാം. അതിൻ്റെ ഇലയും തോരൻ വെക്കാം, അതിൻ്റെ കിഴങ്ങും നമുക്ക് കറി വെക്കാം. അപ്പോൾ ഏത് പച്ചക്കറി ആയാലും നമുക്ക് നമ്മുടെ സംസ്ഥാനത്തും കൃഷി ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും കൃഷി ചെയ്യാം. കാലാവസ്ഥ നോക്കി നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൃഷി ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.